കടമ്പഴിപ്പുറ സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മൂന്നാമത് അഖില കേരള സെവൻസ് ഫ്ലഡ് ഫുട്ബോൾ ടൂർണമെന്റിന് കടമ്പഴിപ്പുറം GP സ്കൂൾ മൈതാനിയിൽ തുടക്കമായി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് K. പ്രേംകുമാർ ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചു. കിടക്കാത്ത കുടത്തിലും കിടക്കാത്ത മുന്നേറ്റത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി അലയൊടുങ്ങാത്ത അലപൊട്ടി ഒഴുകുന്ന കാണികളുടെ ആർപ്പുവിളികൾക്ക് നടുവിൽ പന്ത് തട്ടി മുന്നേറി മലബാർ സെവൻസിന്റെ സൂപ്പർ താരനിരയുമായി ലക്ഷ്യം നെയ്ത വലക്കണ്ണികളെ തുളച്ചു തോൽപ്പിക്കുവാൻ ആ രണ്ട് ടീമുകൾ ഇന്ന് കടന്നു വരികയാണ്. ഡാൻസ് മാർക്കറ്റ് പാലക്കാടും എതിരാളികൾ സ്വർണ്ണമഹൽ ഗോൾഡ് അളമ്പനാശ്ശേരി സ്പോൺസർ ചെയ്യുന്ന ഒറ്റപ്പാലം MLA K. പ്രേംകുമാർ ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചു. വളരെ മാതൃകാപരമായിട്ടാണ് ഈ ടൂർണമെന്റ് മധുമാഷ് ഉൾപ്പെടെയുള്ളവരുണ്ട് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ഈ ടൂർണമെന്റിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള 2026 പിറന്ന് ഇന്ന് 11 ദിവസമായെങ്കിലും എല്ലാവർക്കും വൈകിയെങ്കിലുമുള്ള പുതുവത്സരാശംസകൾ കൂടി ഈ സന്ദർഭത്തിൽ നേരുകയാണ്. കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ ഈ ഗ്രൗണ്ടിന് 1 കോടി രൂപ ചെലവിൽ നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ടൂർണമെന്റ് കഴിഞ്ഞാൽ ഉടനെ അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ നല്ല വേഗതയിൽ ആരംഭിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ഗ്രാമപഞ്ചായത്തിലെ തന്നെ പുലാപ്പറ്റയിലുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ട് 1 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ വെച്ച് അത് പ്രവൃത്തി ആരംഭിക്കാൻ പോവുകയാണ്. ഈ വരുന്ന ജനുവരി മാസം 17-ാം തീയതി വൈകിട്ട് 5:30 മണിക്ക് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാൻ നേരിട്ടെത്തി അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം പുലാപ്പറ്റയിൽ നിർവഹിക്കുന്ന വിവരം കൂടി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. സലീം അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ കടമ്പഴിപ്പുറം സ്പോർട്സ് അസോസിയേഷൻ സെക്രട്ടറി സുബൈർ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന, വാർഡംഗം അനീഷ്, മധു, രക്ഷാധികാരി സുബ്രഹ്മണ്യൻ, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രതിനിധി ശങ്കരൻകുട്ടി, ഇക്ബാൽ കൊണ്ടായത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പുലാപ്പറ്റ സ്വദേശിക്ക് ചികിത്സാ സഹായമായി 1 ലക്ഷം രൂപ പാരമൗണ്ട് ഹനീഫ MLAക്ക് ചടങ്ങിൽ കൈമാറി. ടൂർണമെന്റിൽ നിന്നുള്ള വരുമാനവും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് അസോസിയേഷൻ വിനിയോഗിക്കുന്നത്. ഇന്നത്തെ മത്സരാർത്ഥികളെ പരിചയപ്പെടാൻ ഈ ടൂർണമെന്റിനോട് ഏറ്റവും അകമായി സഹകരിച്ചുകൊണ്ട് ദുബായിൽ നിന്നും എത്തിയ സൽമാൻ. ടൂർണമെന്റിലെ ആദ്യ പ്രാദേശിക മത്സരത്തിൽ ആറ്റാശ്ശേരിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി കടമ്പഴിപ്പുറം വിജയിച്ചു. അഖില കേരള മത്സരത്തിൽ FC സ്കൂൾ കുന്ന് കൂട്ടിലക്കടവും ഡാൻസ് മാർക്കറ്റ് പാലക്കാടും തമ്മിൽ ഏറ്റുമുട്ടി. ടൂർണമെന്റിലെ വിജയികൾക്ക് 50,000 രൂപയും ട്രോഫിയും, റണ്ണേഴ്സ് അപ്പിന് 30,000 രൂപയും ട്രോഫിയുമാണ് സമ്മാനമായി നൽകുന്നത്. GUP സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. CCN കടമ്പഴിപ്പുറം.